Hello students, ഇന്ന് നമ്മൾ സർഫേസ് കെമിസ്ട്രിയുടെ സെക്കൻഡ് പാർട്ട് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് നമ്മുടെ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ എന്താണ്, അബ്സോർപ്ഷൻ എന്താണ്. Now in this, first let us discuss the factors affecting adsorption. അപ്പോൾ factors affecting adsorption ലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് nature of adsorbate ആണ്. So we have already discussed എന്തിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത്, ഈ സർഫേസ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയാറ്, അഡ്സോർബൻറ്റും അതിന്റെ സർഫേസിലെ ഏത് പാർട്ടിക്കിൾസ് ആണോ അഡ്സോർബ് ആവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അഡ്സോർബേറ്റ് എന്ന് പറയാം. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് അഡ്സോർബേറ്റ് ആണോ സർഫേസിൽ അഡ്സോർബ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ. ഫോർ എക്സാമ്പിൾ നമ്മൾ H2 ഗ്യാസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് മോർ അഡ്സോർബ്ഡ് ഓൺ ഏത് സർഫേസ്, പ്ലാറ്റിനിയം സർഫേസ് ദാൻ ഏതാണ്, അയൺ. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ്, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. സെക്കൻഡ് വൺ നമ്മുടെ നേച്ചർ ഓഫ് അഡ്സോർബന്റ്. ദിസ് വൺ ഈസ് അവർ എന്താണ്, അഡ്സോർബന്റ്. സോ സെക്കൻഡ് പോയിന്റ് or the second factor is the nature of adsorbent. Nature of the adsorbent എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് നമ്മുടെ അഡ്സോർബന്റ് ആച്ച. ആക്ടിവേറ്റഡ് ചാർക്കോൾ വിൽ അഡ്സോർബ് മോർ SO2 ദാൻ ഏതാണ്, O2 ഗ്യാസ്. അപ്പോൾ അഡ്സോർബന്റിന്റെ നേച്ചർ ഓൾസോ അഫക്ട്സ് ദ അഡ്സോർപ്ഷൻ. തേർഡ് വൺ ഈസ് ദ സർഫേസ് ഏരിയ. സർഫേസ് ഏരിയ നമുക്കറിയാം, സർഫേസ് ഏരിയ ഇൻക്രീസസ്, എന്ത് ഇൻക്രീസസ്, അഡ്സോർപ്ഷൻ ഓൾസോ ഇൻക്രീസസ്. സോ ജനറലി നമ്മൾ സർഫേസ് ഏരിയ എന്തായിരിക്കും, നമ്മൾ ഫൈൻലി ഡിവൈഡഡ് പൗഡേർഡ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കാറ്, സർഫേസ് ഏരിയ എടുക്കാറ്. എഗെയിൻ നമ്മുടെ ലാസ്റ്റ് ഫാക്ടർ ഇസ് ദ ഇഫക്റ്റ് ഓഫ് പ്രഷർ. ഒബ്വിയസ്ലി എന്താണ്, അഡ്സോർപ്ഷൻ എന്തിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അഡ്സോർപ്ഷനും എന്താവും, അഡ്സോർപ്ഷൻ ഓൾസോ ഇൻക്രീസസ്. Next, let us see what do you mean by adsorption isotherm. എന്താണ് adsorption isotherm പറഞ്ഞ, a graph drawn between the extent of adsorption and pressure P of the gas at എന്താണ് ഓർത്ത് വെക്കേണ്ടത്, എന്താണ്, at constant temperature is called adsorption isotherm. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എന്താണ് ഗ്രാഫ് എഴുതിയിരിക്കുന്നത്, a graph between the extent of adsorption. അപ്പോൾ extent of adsorption എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്, it is represented by x by m and ഇവിടെ എന്തായിരിക്കും, against എന്താണ്, against pressure P at constant temperature. ഇനി ഇവിടെ ഈ x by m പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു x by m is our extent of adsorption where x is equal to എന്താണ്, where x is the mass of the adsorbate and m പറയുന്നത് എന്താണ്, m is the mass of the adsorbent. m is the mass of the adsorbent and this x by m represent എന്താണ്, it represent the extent of adsorption. So in this case we can see graph എങ്ങനെ represent ചെയ്യാം, the graph can be represented like this. എന്താണ് ഇങ്ങനെ നമ്മുടെ ഗ്രാഫിന്റെ അർത്ഥം, ഇവിടെ നോക്കുക, നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അഡ്സോർപ്ഷൻ ഓൾസോ അല്ലെ, എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓൾസോ ഇൻക്രീസസ്. സോ ആസ് ദ പ്രഷർ ഇൻക്രീസസ് ദ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ ഓൾസോ ഇൻക്രീസസ് ടിൽ ഇറ്റ് റീച്ചസ് എന്താണ്, ആൻഡ് ഇക്വിലിബ്രിയം പ്രഷർ. ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ എന്ത്, ഇക്വിലിബ്രിയം പ്രഷർ. ഇല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് സ്റ്റേറ്റിന് പറയാം, ഇതിനെ നമുക്ക് we can say it as a saturation state. Why we are saying it is a saturation state? Because ഇവിടെ നമ്മൾ ഇനി എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും എന്ത് സംഭവിക്കില്ല, no more adsorption takes place അല്ലെ. ഇവിടെ നിന്ന് എന്താണ്, പ്രഷർ എത്ര ഇൻക്രീസ് ചെയ്താലും അഡ്സോർപ്ഷൻ നടക്കില്ല. സോ നമുക്ക് ഈ അഡ്സോർപ്ഷൻ ഐസോതെർം എന്താണെന്ന് മനസ്സിലായി, x by m against p. ഇവിടെ PS പറയുന്നത് എന്താണ്, നമ്മുടെ it is the equilibrium pressure. Equilibrium pressure പറഞ്ഞാൽ എന്താണ്, പ്രഷർ കൂട്ടുമ്പോൾ അഡ്സോർപ്ഷൻ കൂടും, but at a particular point എത്ര പ്രഷർ കൂട്ടിയാലും എന്ത് നടക്കില്ല, no more adsorption takes place. Now such type of isotherms generally നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക, it is observed where എന്താണ്, adsorbing gases forms a unimolecular layer. Adsorbing gases എന്താണ് ഫോം ചെയ്യുക, unimolecular layers ഫോം ചെയ്യണ കേസസിലാണ് നമ്മളിപ്പോൾ മുകളിൽ റെപ്രസെന്റ് ചെയ്ത് എന്താണ്, അഡ്സോർപ്ഷൻ ഐസോതെർംസ് കാണാൻ സാധിക്കും. ഇനി അഡ്സോർപ്ഷൻ ഐസോതെർംസ് നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഈസ് അവർ എന്താണ്, ഫ്രണ്ട്ലിച്ച് ഐസോതെർം. അപ്പോൾ ഫ്രണ്ട്ലിച്ച് ഐസോതെർം എന്താണെന്ന് നോക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. നമ്മുടെ അഡ്സോർപ്ഷൻ ഐസോതെർംസിന്റെ
ഫസ്റ്റ് കണ്ടീഷൻ ഈസ് അറ്റ് ലോ പ്രഷർ. നമ്മൾ ലോ പ്രഷറിലാണ് കൺസിഡർ ചെയ്യണം വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോ പ്രഷറിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കും? ദ ഗ്രാഫ്, ദിസ് വൺ ഈസ് x by m against p. The graph will be first എന്താണ്? It will be nearly straight and then sloping ആയിരിക്കും. ഏതിന്റെ കേസിൽ? നമ്മുടെ ലോ പ്രഷറിൽ. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? In this case, the extent of adsorption is directly proportional to what? It is directly proportional to p. Or it can be represented as x by m is equal to kp1. Proportionality മാറ്റിയിട്ട് അതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്തു? k represent ചെയ്തു. Where k പറയുന്നത് എന്താണ്? It is a constant. So at low pressure, the x by m is directly proportional to pressure. ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. At high pressure, നമ്മളിപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ at high pressure ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഹൈ പ്രഷറിൽ ദ ഗ്രാഫ് എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വിൽ ബി എക്സ് ബൈ എം അഗെയിൻസ്റ്റ് പി ആൻഡ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. എന്താണ് ഇവിടെ? ഇവിടെ നമുക്ക് കാണാം പ്രഷർ ബിയോണ്ട് സാച്ചുറേഷൻ പോയിന്റ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ഗ്രാഫിൽ പറഞ്ഞു ഇവിടെ എന്താണ്? ഈ ഒരു പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ് ആയാൽ ഇവിടെ നമുക്ക് നോക്കാൻ സാധിക്കും നമ്മൾ എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്താലും എന്തുണ്ട്? അതിൽ അഡ്സോർപ്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ നോ മോർ അഡ്സോർപ്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. സോ അറ്റ് ഹൈ പ്രഷർ വി ക്യാൻ സേ ദാറ്റ് the extent of adsorption becomes independent of pressure. Alle? So this relation can be represented as x by m is directly proportional to P0 or x by m is equal to what? K P0. Or at high pressure, the extent of adsorption beyond the saturation point. Alle? തീരെ കൂടില്ല എന്നല്ല, പ്രഷർ ഇൻക്രീസ് ചെയ്തു, നമ്മുടെ അഡ്സോർപ്ഷൻ കൂടി, പക്ഷെ സാച്ചുറേഷൻ പോയിന്റ് എത്തിയിട്ട് ഇനി എത്ര നമ്മൾ പ്രഷർ കൂട്ടിയാലും എന്ത് നടക്കില്ല? അഡ്സോർപ്ഷൻ നടക്കില്ല. സോ അറ്റ് ഹൈ പ്രഷർ എന്താണ്? എക്സ് ബൈ എം ബിക്കംസ് ഇൻഡിപെൻഡന്റ് ഓഫ് പി. ഇനി നമ്മൾ ഹൈ പ്രഷർ ഡിസ്കസ് ചെയ്തു, ലോ പ്രഷർ ഡിസ്കസ് ചെയ്തു. ഇനി നോക്കാം അറ്റ് ഇന്റർമീഡിയറ്റ് പ്രഷർ. പ്രഷർ വളരെ ഹൈയും അല്ല, പ്രഷർ എന്താണ്? ലോ അല്ല. അറ്റ് ഇന്റർമീഡിയറ്റ് പ്രഷർ. അപ്പൊ ഇന്റർമീഡിയറ്റ് പ്രഷറിന്റെ കേസിൽ എന്തായിരിക്കും? എക്സ് ബൈ എം ഡിപ്പെൻഡ്സ് അപ്പോൺ പി raised to the power between 1 and 0. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗ്രാഫ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ബൈ എം എഗെയിൻസ്റ്റ് പി. നമുക്ക് ഇന്റർമീഡിയറ്റ് പ്രഷറിൽ നമ്മുടെ ലോ പ്രഷർ പോലെ എന്താണ്? നിയർലി സ്ട്രെയിറ്റ് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരും? അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോപ്പിംഗ് വരും. സോ ഹിയർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ബൈ എം ഈസ് പ്രപ്പോർഷണൽ ടു പി raised to the power between എന്താണ്? 1 and 0. Or it can be represented as എന്താണ്? x by m raised to p raised to 1 by n. Or it is equal to എന്താണ്? x by m is equal to kp raised to 1 by n. At intermediate pressure, x by m is equal to kp raised to 1 by n, where n is greater than 1. n ന്റെ വാല്യൂ എന്താണ്? 1 നെക്കാട്ടിലും കൂടുതലാണ്. ഇനി എന്താണ് ഇവിടെ n? n is a positive integer. നമുക്ക് ഇതിൽ എന്ത് പറയാം? n is a positive integer. And k നമ്മൾ ഓൾറെഡി പറഞ്ഞു, k എന്താണ്? കോൺസ്റ്റന്റ് ആണ്. So again here n is a positive integer, k is a constant which depends upon the എന്തിന്റെ മുകളിലാണ് depends upon ചെയ്യാം? It depends upon the nature of the adsorbate and adsorbent. So here they are constant and they depends upon the എന്തിന്റെ മുകളിലാണ്? depends upon the nature of the adsorbate and adsorbent. നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗിൽ പറഞ്ഞു എങ്ങനെയാണ് അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും അഫക്റ്റ് ചെയ്യാല്ലേ. സോ ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ കിട്ടിയ കെ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ പി റേസ് ടു 1 by n അല്ലേ? നമ്മൾ ഇതിനെ ലോഗറിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ലോഗ് x by m equal to log k plus 1 by n log p. ഇത് നോക്കാം. This one is important. എന്താണ്? x by m at intermediate pressure is equal to kp raised to 1 by n can be logarithm എടുത്തു കഴിഞ്ഞാൽ log x by m is equal to log k plus 1 by n log p. So this one is our എന്ത് എക്സ്പ്രഷൻ ആണ്? Freundlich adsorption isotherm. ഇനി ഈ ഒരു so we have got it as എന്താ നമുക്ക് കിട്ടിയത്? log x by m equal to log k plus 1 by n എന്താണ്? log
P. ഇനി നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ ഫ്രണ്ട്ലി ഐസോതെർമിന്റെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യാം? In this case, log x by m is equal to what? It is equal to log P, having a this one, where our slope പറയുന്നത് എന്താണ്? Slope is our 1 by n. And this one is our എന്താണ്? It is our intercept. അല്ലേ? എന്താണ് നമ്മുടെ intercept? Intercept is equal to log k. So this equation x by logarithm ഉള്ള എക്സ്പ്രഷനും നമ്മുടെ ഈ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ഇതിന്. ദിസ് റെപ്രസെന്റ്സ് അവർ ഏതാണ്? ഫ്രണ്ട്ലിച്ച് ഐസോതെർം. ഈ ഫ്രണ്ട്ലിച്ച് ഐസോതെർം പോലെ തന്നെ നമുക്ക് വേറൊരു ഐസോതെർമും കൂടി ഉണ്ട്, വിച്ച് ഈസ് അവർ എന്താണ്? ലാങ്ക്മിയർ ഐസോതെർം. അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല. ലാങ്ക്മിയർ ഐസോതെർം ജനറലി നമ്മൾ ഏത് കേസിലാണ്? കെമിസ് ഓപ്ഷന്റെ കേസിൽ explain ചെയ്യാറുണ്ട്. So two type of isotherms are there, Freundlich isotherm and Langmuir isotherm. Now let us see next one. What is adsorption isobar? നമ്മൾ adsorption isotherm പഠിച്ച പോലെ തന്നെ adsorption isobar പറയുമ്പോൾ എന്താണ്? It is a graph drawn between, നമുക്ക് ഇതെങ്ങനെ represent ചെയ്യാം? It is a graph drawn between എന്താണ്? Extent of adsorption. Extent of adsorption എന്താണ്? നമ്മുടെ x by m and എന്താണ്? adsorption isobar വരുമ്പോൾ ടെമ്പറേച്ചർ ആണ്. എന്തായിരിക്കും? at constant pressure. adsorption isothermല് constant temperature ആയിരുന്നു. പക്ഷെ adsorption isobarൽ എന്താണ്? constant pressure ആണ്. ഇനി ഇത് നമുക്ക് രണ്ട് കേസിൽ റെപ്രസെന്റ് ചെയ്യാം. ഏതാണ് നമ്മുടെ രണ്ട് കേസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈപ്പ് ഓഫ് adsorptionല് ഏതൊക്കെയാണ്? നമ്മുടെ ഫിസിക്കൽ adsorption അല്ലെങ്കിൽ എന്താണ്? ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് നമ്മുടെ കെമിക്കൽ adsorption അല്ലെങ്കിൽ എന്താണ്? കെമിസ് ഓപ്ഷൻ. So let us see the adsorption isobar for physical adsorption and chemical adsorption. So in the case of physical adsorption, the adsorption isobar is represented like this. The adsorption isobar is represented like this, and for chemical adsorption, the adsorption isobar is this way. അപ്പോൾ രണ്ടും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം കാണാം. എന്താണ്? രണ്ട് ഐസോബാർസും ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനിലും ഡിഫറെന്റ് ആണ്. ഇവിടെ എന്താണ്? ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്താ കാണിക്കുന്നത്? ഒരു ഡിക്രീസ് ആണ് കാണിക്കുന്നത് അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫിസിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്തായിരിക്കും? കുറഞ്ഞിട്ടാണ് വരിക. വേറസ് ഇവിടെ നമുക്ക് നോക്കാം കെമിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യണു, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തി, പിന്നെയും എന്തായിരിക്കും? അത് കുറയായിരിക്കും. എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മളൊരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ എടുത്തു, നമുക്കിവിടെ ഒരു സർഫേസിൽ എന്തുണ്ട്? നമ്മുടെ അഡ്സോർബേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുക ടെമ്പറേച്ചർ കൂട്ടി. എങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാം? നമുക്ക് ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടാം. നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷനിലെ ഡിഫറൻസ് പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യമാണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇതിന്റെ മീതെയുള്ള അഡ്സോർബേറ്റ്സ് എന്തായിരിക്കും? ദേ ക്യാൻ ഗോ ഓഫ് അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അഡ്സോർപ്ഷൻ എന്താണ്? ഡിക്രീസ് ചെയ്യും. ഇനി കെമിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇൻക്രീസ് വരുന്നത്? നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് നമുക്ക് പോവാം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റിയാക്ഷൻ, ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കണച്ചാലും എന്ത് വേണം? ഒരു ത്രഷ്ഹോൾഡ് ഫ്രീക്വൻസി വേണം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് വേണം? ഒരു ആക്ടിവേഷൻ എനർജി വേണം, ഒരു എനർജി ബാരിയർ കിടക്കണം. ഇപ്പൊ കെമിക്കൽ അഡ്സോർപ്ഷന്റെ കേസിലും ഇങ്ങനെ ഒരു ഇൻക്രീസ് വരാനുള്ള കാരണം എന്താണ്? ലൈക്ക് കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ ഓൾസോ റിക്വയർസ് എന്താണ്? ആക്ടിവേഷൻ എനർജി. കെമിക്കൽ അഡ്സോർപ്ഷന്റെ കേസിൽ എന്ത് വേണം? ഒരു ആക്ടിവേഷൻ എനർജി വേണം. സോ ദിസ് വൺ ഈസ് അവർ എന്താണ്? എനർജി ബാരിയർ. സോ കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെയാണ് കെമിക്കൽ അഡ്സോർപ്ഷനും. അതുകൊണ്ട് ഒരു അവിടെ ആക്ടിവേഷൻ എനർജി റിക്വയർഡ് ആയ കാരണം കൊണ്ടാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോബാർ വരയ്ക്കുമ്പോൾ ഈ രണ്ട് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ അഡ്സോർപ്ഷൻ. അപ്പൊ അഡ്സോർപ്ഷന്റെ കുറെ എക്സാമ്പിൾ ഉണ്ട്, അതിന്റെ കുറെ യൂസസ് ഉണ്ട് അല്ലെ, കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊരു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് അഡ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ ബൈ സിലിക്ക ജെൽ. ഇപ്പൊ നമ്മുടെ കുറെ റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ജനറലി എന്താണ് നമ്മുടെ സിലിക്ക ജെല്ല് മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യാറ്? നമ്മുടെ സിലിക്ക ജെൽ. ദിസ് വൺ ഈസ് അവർ ഫസ്റ്റ് എക്സാമ്പിൾ.
സെക്കൻഡ് വൺ നോക്കുക, ഡീകളറൈസേഷൻ ഓഫ് ഷുഗർ ബൈ ആക്ടിവേറ്റഡ് ചാർക്കോൾ. നമുക്കറിയാം നമ്മൾ ഷുഗർ മേടിക്കുമ്പോൾ എന്താണ് വളരെ വൈറ്റ് ആയിട്ടുള്ള പ്യൂർ ഫോമിലാണ് ഉണ്ടാവുക. പക്ഷെ ജനറലി നമ്മളിത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിലെന്താണ് കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അതിന്റെ കളർ ഈ ഇപ്പം നമ്മൾ കാണുന്ന പോലെ വളരെ വൈറ്റ് ക്രിസ്റ്റൽസ് ആയിരിക്കില്ല. അപ്പൊ ഈ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷുഗർ ഈസ് എഗെയിൻ ആൻഡ് എഗെയിൻ പാസ് ത്രൂ എന്താണ് പാസ് ത്രൂ ആക്ടിവേറ്റഡ് ചാർക്കോൾ വിച്ച് ആക്ട് ആസ് ആൻ അഡ്സോർബൻറ്റ് അല്ലേ. സോ ഇത് കൂടെ റിപ്പീറ്റഡ്ലി നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിന്റെ കളർ എന്താണ്, അല്ല ഇംപ്യൂരിറ്റീസ് കാരണം കൊണ്ടാണ് അതിൽ കളറിൽ മാറ്റം വന്നിരിക്കുന്നത്. ആ കളർ എന്തായിരിക്കും, ഡീകളറൈസ് ചെയ്യും. ദാറ്റ് മീൻസ് impurity will get adsorbed on the surface of charcoal and thus we will get എന്താണ് white crystals of sugar which is എന്താണ് devoid of impurities. Similarly മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തതാണ് അഡ്സോർപ്ഷൻ ഓഫ് ഡേഞ്ചറസ് ഗ്യാസസ് ബൈ ഗ്യാസ് മാസ്ക്. ജനറലി മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് നമ്മളുടെ ഗ്യാസ് മാസ്ക് ഉപയോഗിക്കും. ഈ ഗ്യാസ് മാസ്കിൽ എന്താണ് ജനറലി നമ്മൾ യൂസ് ചെയ്യാറ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് ജനറലി യൂസ്ഡ്. എന്താണ് യൂസ് ചെയ്യാറ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ദിസ് ഗ്യാസ് മാസ്ക് ടു റിമൂവ് എന്താണ് പോയ്സണസ് ഗ്യാസ്. ഏതാണ് നമ്മുടെ മൈൻസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള പോയ്സണസ് ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം, മീഥേൻ ഉണ്ടാവാം. അപ്പോൾ ഗ്യാസ് മാസ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾസ് യൂസ് ചെയ്യുമ്പോൾ ഈ പോയ്സണസ് ഗ്യാസിനെ എല്ലാം എന്ത് അഡ്സോർബ് ചെയ്യും, ഈ ഗ്യാസ് മാസ്കിലുള്ള ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യും. ഇത് കൂടാതെ നമുക്ക് കുറെ എന്താണ് അഡ്സോർപ്ഷന്റെ എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രോമാറ്റോഗ്രാഫിക് പ്യൂരിഫിക്കേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ക്രോമാറ്റോഗ്രാഫിക് പ്യൂരിഫിക്കേഷൻ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അഡ്സോർപ്ഷൻ. സോ അഡ്സോർപ്ഷൻ എന്താണ്, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ ഐസോതം, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത പാർട്ടിലേക്ക് പോവാം, വിച്ച് ഈസ് എന്താണ് കാറ്റാലിസിസ് ഓർ വാട്ട് യു മീൻ ബൈ എ കാറ്റലിസ്റ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാറ്റലിസ്റ്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് അഫക്ട്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമ്മൾ അഫക്ട്സിന് എന്താ പറയാൻ കാരണം, അത് ഇൻക്രീസ് ചെയ്യാം ഇല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം വിത്തൗട്ട് ഇറ്റ് സെൽഫ് ബീങ് യൂസ്ഡ് അപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് എങ്ങനെയാണ് കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുക. നമ്മൾ രണ്ട് റിയാക്റ്റന്റ് എടുത്തു, അതിൻ്റെ ഒപ്പം ഒരു കാറ്റലിസ്റ്റുമാണ് എടുത്തേച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യണതിൻ്റെ മുമ്പേ എന്ത് ഫോം ചെയ്യും, കാറ്റലിസ്റ്റ് അതിൻ്റെ ഒപ്പം ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യും അല്ലേ. ദിസ് വൺ ഈസ് അവർ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്. ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്തു പ്ലസ് എന്താണ് കാറ്റലിസ്റ്റ് നമുക്ക് അതേപോലെ, അതാണ് ഇതിന്റെ അർത്ഥം, വിത്തൗട്ട് ഇറ്റ് സെൽഫ് ബീങ് യൂസ്ഡ് അപ്പ്. കാറ്റലിസ്റ്റിൽ ഒരു മാറ്റവും വരാതെ നമുക്ക് എന്താണ് കാറ്റലിസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റീജനറേറ്റ് ചെയ്യാം. സോ നമുക്ക് ലെറ്റ് us see what are the different types of catalyst. Different types of catalyst. അതിൽ ഫസ്റ്റ് വരുന്ന കാറ്റലിസ്റ്റ് ആണ് നമ്മുടെ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. A positive catalyst is one which increases the rate of a reaction. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കാറ്റലിസ്റ്റിന് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഹെബാർ പ്രോസസ്, മാനുഫാക്ചർ ഓഫ് അമോണിയ. ഇവിടെ N2+3H2 gives എന്താണ് 2NH3. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, അയൺ ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അയൺ എന്താണ് കാറ്റലിസ്റ്റ് ആണ്. അയൺ എന്താ ചെയ്യുക, അത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. എങ്ങനെ റേറ്റ് ഓഫ് എ റിയാക്ഷൻ കാറ്റലിസ്റ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മൾ ഓൾറെഡി കൈനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇതാണ് റിയാക്റ്റൻ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചാൽ നമ്മുടെ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് നമ്മുടെ പാത്ത് കുറയ്ക്കും. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ റിയാക്ഷൻ ഓക്കേഴ്സ് ഫാസ്റ്റ്ലി. സോ പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കുക, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. നെഗറ്റീവ് കാറ്റലിസ്റ്റ് പറഞ്ഞാൽ ഡിക്രീസസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്, റിയാക്ഷന്റെ സ്പീഡ് കുറയ്ക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് റിയാക്ഷന്റെ സ്പീഡ് കുറയ്ക്കേണ്ട ആവശ്യം വരിക, നമുക്കറിയാം ചില റിയാക്ഷൻസ് എന്താണ് വളരെ ഫാസ്റ്റ് ആണ്. ദേ ആർ സോ ഫാസ്റ്റ് ദാറ്റ് എന്തായിരിക്കും, ദേ മേ ലീഡ് ടു എക്സ്പ്ലോഷൻ. ഇല്ലെങ്കിൽ എന്തായിരിക്കും, റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഡിസൈറബിൾ അല്ലാത്ത പ്രോഡക്ട്സ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കേസിൽ റിയാക്ഷന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാറ്, we say as negative catalyst. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ക്ലോറോഫോം. നമുക്കറിയാം ക്ലോറോഫോം നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ അതൊരു പോയ്സണസ് ഗ്യാസ് ഫോസ്ജീൻ ആയിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 ഫോസ്ജീനെ കുറിച്ചിട്ട്. സോ ഈ ക്ലോറോഫോമിനെ പെട്ടെന്ന് തന്നെ ഫോസ്ജീനായി മാറാതിരിക്കാൻ നമ്മൾ അതിൽ എന്താണ് ആഡ് ചെയ്യാറ്, വി ആഡ്
1% of ethyl alcohol. എന്താണ് ആഡ് ചെയ്യാറ്? ethyl alcohol ആണ് ആഡ് ചെയ്യാറ്. So this ethyl alcohol act as an എന്ത് catalyst ആണ്? It act as a negative catalyst. It decreases the rate of the reaction. It decreases the formation from chloroform to the poisonous gas എന്താണ്? Phosgene. So positive catalyst, negative catalyst clear ആയി എന്ന് വിചാരിക്കണം. നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് നോക്കാം, വിച്ച് ഈസ് അവർ എന്താണ്? ഹോമോജിനസ് കാറ്റലിസ്റ്റ്. ഹോമോജിനസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് 2SO2. SO2 is oxidized to SO3 plus O2 gives എന്താണ്? SO3. അപ്പൊ ഈ റിയാക്ഷനിൽ എന്താ നടക്കുന്നത്? SO2 is oxidized to SO3 എന്തിന്റെ പ്രസൻസിലാണ്? In presence of nitric oxide as catalyst. So ഇവിടെ നോക്കുക, nitric oxide ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. So ഏതിനെയാണ് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറയാ? When the catalyst is in the same phase as the reactants and product. ഇവിടെ എന്താണ് കാറ്റലിസ്റ്റിന്റെ ഫേസ്? It is in gaseous phase. നമ്മുടെ റിയാക്ടൻസിന്റെ ഫേസ് എന്താണ്? ഇവിടെയും gaseous phase ആണ്, ഇവിടെയും റിയാക്ടന്റ് gaseous phase ആണ്. And product, നമ്മുടെ പ്രൊഡക്റ്റും എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റും gaseous ഫേസിലാണ്. സോ എല്ലാം സെയിം ഫേസിലാണ് വെച്ചാൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ഇവിടെ നോക്കാം, എല്ലാം gaseous ഫേസിലാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് അവർ എന്താണ്? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഏതായിരിക്കും ഹോമോജീനിയസ് കാറ്റലിസ്റ്റിന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുക? ഓക്സിഡേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. നമ്മൾ കാർബൺ മോണോക്സൈഡ് ടു ഇൻ പ്രസൻസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് തന്നെ എന്തായിട്ട് ഫോം ചെയ്യും? CO2 ഫോം ചെയ്യും. ഇവിടെയും എന്താണ്? എല്ലാം സെയിം ഫേസിലാണ്. സോ ദിസ് വൺ ഈസ് ഓൾസോ എന്താണ്? ഇറ്റ് ഈസ് അവർ ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. നെക്സ്റ്റ് കമ്മിങ് ടു അവർ ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. വെൻ എ കാറ്റലിസ്റ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് ഫേസ് ഫ്രം ദാറ്റ് ഓഫ് ദ റിയാക്ടന്റ്. നമുക്ക് എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ നോക്കാം. നമ്മുടെ തൊട്ട് മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ SO2 എടുത്തു, ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നമ്മുടെ റിയാക്ടൻസ്. നമുക്കിത് പ്രൊഡക്റ്റ് ഫോം ചെയ്തു. എന്താണ്? SO3 ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഫോം ചെയ്തത്. ഇവിടെ നമ്മൾ NOന്റെ പകരം നമ്മൾ ഏതാണ്? പ്ലാറ്റിനം ആണ് എടുക്കുന്നത്. അത് ഏത് ഫേസിലാണ്? സോളിഡ് ഫോമിലാണ് എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം കാറ്റലിസ്റ്റ് എന്താണ്? ഡിഫറെന്റ് ഫേസ് ഫ്രം ദാറ്റ് ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആണ്. ദീസ് ടൈപ്പ് ഈസ് നോൺ ആസ് എന്ത് കാറ്റലിസ്റ്റ് ആണ്? heterogeneous catalyst. Let us take one more example. ഇതേ കേസിൽ തന്നെ നമുക്ക് എന്താണ്? 2SO2 plus O2 നമ്മൾ എന്ത് കിട്ടി? നമുക്ക് 2SO3 കിട്ടി. ഇവിടെ പ്ലാറ്റിനം പകരം നമുക്ക് എന്താണ്? വെനേഡിയം പെന്റോക്സൈഡ് എടുക്കാം, വിച്ച് ഈസ് അഗെയിൻ എന്താണ്? സോളിഡ് ഫോമിലാണ്. സോ ഈ ഒരു റിയാക്ഷൻ നമ്മൾ എവിടെയാണ് നടക്കാറ്? ഇൻ ദ കോൺടാക്ട് പ്രോസസ്. കോൺടാക്ട് പ്രോസസ് പറയുന്നത് എന്താണ്? മാനുഫാക്ചർ ഓഫ് സൾഫറിക് ആസിഡ് അല്ലേ? So ഇവിടെ നോക്കുക, catalyst is in different phase from that of the reactants and product and thus it is known as എന്താണ്? നമ്മുടെ heterogeneous catalyst. ഇനി heterogeneous catalyst കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. എന്താണ്? പ്രൊമോട്ടേഴ്സ് ആൻഡ് എന്താണ്? catalytic poison. പ്രൊമോട്ടേഴ്സ് പറഞ്ഞ എന്താണ്? They can increase the catalytic action of a catalyst. കാറ്റലിറ്റിക് ആക്ഷൻ ഓഫ് എ കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോട്ടർ. എന്താണ് കാറ്റലിറ്റിക് ആക്ഷൻ? കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ പറഞ്ഞ എന്താണ്? റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുക. ഇനി എന്താണ്? ചില സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും കൂടിയും സ്പീഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് മാനുഫാക്ചർ ഓഫ് അമോണിയ നോക്കാം. നമുക്കറിയാം ഹെബാർ പ്രോസസ്സിൽ N2 + 3H2 ഗീവ്സ് എന്താണ്? 2NH3. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കാറ്? അയൺ. നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റിൽ പഠിച്ച ഒരു എക്സാമ്പിൾ ആണ്. ഇനി അയൺ കൂടാതെ നമ്മൾ ഇവിടെ എന്താണ്? ഇഫ് വി ആർ യൂസിങ് മോളിബ്ഡനം ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ എന്താണ്? പ്രൊമോട്ടർ. സോ ഇവിടെ അയൺ എന്താണ്? അയൺ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് the presence of molybdenum increases the catalytic action of iron. The catalytic action increase ഏത്? molybdenum and thus the molybdenum here act as an what? It act as a promoter. ഈ നെക്സ്റ്റ് നോക്കാം, കാറ്റലിറ്റിക് പോയിസൺ. കാറ്റലിറ്റിക് പോയിസണിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിറ്റർ പറയുമ്പോൾ എന്താണ്? അതൊരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റിനെ കുറയ്ക്കുക? by decreasing the surface area. Similarly, പ്രൊമോട്ടേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു കാറ്റലിറ്റിക് ആക്ഷൻ കൂട്ടും. എങ്ങനെ കാറ്റലിറ്റിക് ആക്ഷൻ കൂട്ടും? by
increasing the surface area. By increasing the surface area. നമുക്ക് ഒന്നും കൂടി ഇത് ക്ലിയർ ആവണം വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ അയൺ ആണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് അയണിന്റെ സർഫേസ് ഇതാ ഇങ്ങനെ നമുക്ക് അയണിന്റെ സർഫേസ് റെപ്രസെന്റ് ചെയ്യാം. പ്രൊമോട്ടേഴ്സിന്റെ കേസാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രൊമോട്ടർ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണ്? മോളിബ്ഡനം. അപ്പൊ ഈ അയണിന്റെ സർഫേസിൽ ഈ ഗ്യാപ്സിലൊക്കെ ഏത് നമ്മുടെ ഫിൽ ചെയ്യും? നമ്മുടെ മോളിബ്ഡനം ഫിൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കണ്ടാ അറിയാം ഇവിടെ എന്താണ് സർഫേസ് ഏരിയ എന്താണ് ഇൻക്രീസ് ചെയ്തു. ദസ് കാറ്റലിറ്റിക് ആക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇവിടെ അതിന്റെ സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത്? കാറ്റലിറ്റിക് പോയിസൺ ഓർ ഇൻഹിബിറ്റേഴ്സിന്റെ കേസിൽ ആക്ടിവിറ്റി കുറയ്ക്കണു ബൈ ഡിക്രീസിങ് ദ സർഫേസ് ഏരിയ. ലെറ്റ് us ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മുടെ ഓർഗാനിക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോജനേഷൻ. സോ ഇൻ ദിസ് കേസ് ദ ആസിഡ് ക്ലോറൈഡ്സ് റിയാക്ട്സ് ഇൻ പ്രസൻസ് ഓഫ് എന്താണ്? പ്ലാറ്റിനിയം. നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ആൽഡിഹൈഡ് കിട്ടും. ഈ ഒരു റിയാക്ഷനിൽ ആൽഡിഹൈഡ് പ്ലസ് HCl കിട്ടും. ഫർദർ ഈ റിയാക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൽക്കഹോൾ കിട്ടും. ഈ വിചാരിക്കാൻ നമുക്കൊരു റിയാക്ഷൻ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? നമുക്ക് ആൽഡിഹൈഡ് വെച്ച് നിർത്തിയാൽ മതി. സോ ഈ ഒരു റിയാക്ഷനിൽ ഈ കാറ്റലിസ്റ്റ് കൂടാതെ തന്നെ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് കൂടാതെ തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യും. ഇവിടെ ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇറ്റ് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് നമ്മുടെ ആൽക്കഹോൾ ഫോർമേഷൻ വരെ എത്താതെ തന്നെ നമ്മുടെ റിയാക്ഷൻ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും? റിയാക്ഷൻ ആൽഡിഹൈഡ് ഫോർമേഷനിൽ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും. സോ ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ എന്തായിരിക്കും? ഈ റിയാക്ഷൻ ഇത്രയുമ്പിൽ വെച്ച് നിർത്തും. സോ ഹിയർ സിൻസ് ഇറ്റ് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ഫർദർ റിയാക്ഷൻ അലൗ ചെയ്യാത്ത കാരണം കൊണ്ട് ഹിയർ BaSO4 ആക്ട് ആസ് വാട്ട്? ഇറ്റ് ആക്ട് ആസ് എ പോയിസൺ. സോ പ്രൊമോട്ടറും കാറ്റലിറ്റിക് പോയിസണും കാറ്റലിറ്റിക് ഇൻഹിബിറ്റേഴ്സും സെയിം ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് നോക്കാം, വിച്ച് ഈസ് എന്താണ്? ഓട്ടോ കാറ്റലിസ്റ്റ്. ഈ ഓട്ടോ കാറ്റലിസ്റ്റ് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു റിയാക്ഷൻ നടന്നിട്ട് അതിൽ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്തേ ആ പ്രൊഡക്റ്റ് തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. CH3COO C2H5 plus H2 gives എന്താണ്? It gives acid plus എന്താണ്? നമ്മുടെ ആൽക്കഹോൾ. ഈ എക്സാമ്പിൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും അല്ലേ? നമ്മുടെ എസ്റ്റർ ഹൈഡ്രോളിസിസ്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ചെയ്തതിലത്തെ നമ്മുടെ ദിസ് വൺ C2H5OH ഇതന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഒരു റിയാക്ഷനിൽ നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ നമ്മൾ പറയാറും എന്താണ്? ഓട്ടോ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഓട്ടോ കാറ്റാലിസിസ്. ഇത്രയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now moving on to our next topic, that is our nature of solid catalyst. അപ്പോൾ ഈ സോളിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനെയാണ് നമ്മൾ സോളിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കാറ്? ജനറലി മെറ്റൽ അലോയ്സ് ആർ ടേക്കൺ ആസ് സോളിഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഒരു സോളിഡ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായിരിക്കണം? ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. ലെറ്റ് us see what do you mean by activity and selectivity. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ആക്സലറേറ്റ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. പറഞ്ഞെന്താണ്? ഒരു കാറ്റലിസ്റ്റിന് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും, ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ആക്ടിവിറ്റി എന്ന് പറയാറ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഇവിടെ നോക്കാം, ഹൈഡ്രോജനേഷൻ ഓഫ് എഥിലീൻ. നമുക്ക് എങ്ങനെ എഥിലീൻ CH2 എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ദിസ് വൺ ഈസ് അവർ എഥിലീൻ. എഥിലീന്റെ ഹൈഡ്രോജനേഷൻ പറഞ്ഞ എഡിഷൻ ഓഫ് ഹൈഡ്രോജൻ. ഇവിടെ നമ്മൾ ഈ ഹൈഡ്രോജനേഷൻ സാധാരണ രീതിയിൽ ജസ്റ്റ് ഹൈഡ്രോജനേഷൻ മാത്രമാണ് നടക്കുകയെന്ന് വെച്ചാൽ ഈഥെയിൻ ഫോം ചെയ്യില്ല. ഇവിടെ ഏതായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ടത് ഈഥെയിൻ ആണ്. സാധാരണ ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യില്ല? നമുക്ക് ഈഥെയിൻ ഫോം ചെയ്യില്ല. പക്ഷെ ഇതേ റിയാക്ഷൻ നമ്മൾ ഫൈനലി ഡിവൈഡഡ് സോളിഡ് കാറ്റലിസ്റ്റ്, നമ്മുടെ ഫോർ എക്സാമ്പിൾ നിക്കൽ മെറ്റൽ ആവാം, ഇല്ലെങ്കിൽ പ്ലാറ്റീനിയം ആവാം, ഇല്ലെങ്കിൽ പെലേഡിയം ആവാം, ഇതിന്റെ പ്രസൻസിലാണ് നടക്കുക വെച്ചാൽ ദീസ് കാറ്റലിസ്റ്റ് ഏതാണ്? നിക്കൽ ഓർ പ്ലാറ്റീനിയം ഓർ ഈവൻ പെലേഡിയം ഇൻക്രീസസ് ദ ആക്ടിവിറ്റി. ആൻഡ് ഈ ഒരു റിയാക്ഷൻ നമ്മുടെ എന്തിൽ നടക്കും? ഈ ഒരു ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ എന്താണ്? ദീസ് റിയാക്ഷൻ ഈവൻ ടേക്സ് പ്ലേസ് അറ്റ് എന്ത് ടെമ്പറേച്ചർ ആണ്? ഈവൻ ടേക്സ് പ്ലേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്ടിവിറ്റി കൂടുക. സിമിലർലി നമുക്കൊരു എന്താ പറയാ എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ നമ്മുടെ വാട്ടർ ഫോർമേഷൻ നടക്കാം. നമ്മൾ വെറുതെ പ്യുവർ ഹൈഡ്രജനും
ഓക്സിജൻ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോം ചെയ്യില്ല, വാട്ടർ ഫോം ചെയ്യില്ല. പക്ഷെ ഈ ഒരു റിയാക്ഷൻ നമ്മളൊരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ റിയാക്ടിങ് മിക്സ്ചേഴ്സ് റിയാക്ട് ചെയ്തിട്ട് ഒരു എക്സ്പ്ലോസീവ് വയലൻസ് കൂടെ എന്ത് നമുക്ക് ഫോം ചെയ്യും, വാട്ടർ ഫോർമേഷൻ ചെയ്യും. സോ ഇവിടെ ഈ കാറ്റലിസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ദീസ് കാറ്റലിസ്റ്റ് ആക്ട് ആസ് എന്താണ്, ദ ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് ദ എന്താണ് റിയാക്ഷൻ. സെക്കൻഡ് ടൈപ്പ് നോക്കാം, സെലക്ടിവിറ്റി. സെലക്ടിവിറ്റിയുടെ ഡെഫിനേഷനിലേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമുക്കിവിടെ എസിറ്റലീൻ എടുക്കാം. നമുക്ക് എസിറ്റലീൻ എടുത്തു. എസിറ്റലീൻ്റെ ഹൈഡ്രജൻ്റെ ഒപ്പം റിയാക്ഷനിൽ നമ്മൾ ഒരു കേസിൽ പ്ലാറ്റീനിയം ആണ് നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച്, അടുത്ത കേസിൽ നമ്മൾ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ്, ബേരിയം സൾഫേറ്റ് കൂടിയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് ലിൻഡ്ലാർസ്, Pt/BSO4 ആണ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. സോ വെറും പ്ലാറ്റിനിയം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഈസ് ഈഥെയ്ൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനിയം ആസ് കാറ്റലിസ്റ്റ്. ദിസ് വൺ ഈസ് അവർ പ്രോഡക്റ്റ് 1. രണ്ടാമത്തെ കേസിൽ നമ്മൾ ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ സെയിം റിയാക്ഷൻ, കാറ്റലിസ്റ്റിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്, നമുക്ക് കിട്ടിയത് ഈഥീൻ, ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്താണ്, എത്തിലീൻ. സോ ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ കാറ്റലിസ്റ്റ് മാറ്റി ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രോഡക്റ്റും മാറി. ദിസ് ഈസ് നോൺ ആസ് എന്താണ്, സെലക്ടിവിറ്റി. എന്താണ് സെലക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഈൽഡ് എ എന്താണ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലേ. കാറ്റലിസ്റ്റിന്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്ത്, നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് കിട്ടുക. സോ ഇവിടെ നോക്കാം ഏതാ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത്, പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഈഥെയ്ൻ ആസ് ദ പ്രൊഡക്റ്റ്, ആൻഡ് ലിൻഡ്ലാർസ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഏതാ പ്രൊഡക്റ്റ് കിട്ടിയത്, എത്തിലീൻ ഇല്ലെങ്കിൽ ഈഥീൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത്. സോ ഇവിടെ എന്താണ്, കാറ്റലിസ്റ്റിന്റെ ഏത് പ്രോപ്പർട്ടിയാണ്, കാറ്റലിസ്റ്റ് സെലക്റ്റീവ് ആണ്. ഏത് പ്രൊഡക്റ്റ് ആണോ കിട്ടേണ്ടത് അതിനെ സെലക്റ്റീവ് ആണ് ഏത് നമ്മുടെ കാറ്റലിസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ കാറ്റലിസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ് ഏതാണ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഹോമോജീനിയസ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾസ് ഓൾസോ, പിന്നെ അതേപോലെ നമ്മുടെ അഡ്സോർപ്ഷൻ, ഐസോതെർംസ്. താങ്ക് യു.